Hi friends, welcome back to faizroutemap. അപ്പൊ നമ്മളെ മക്കളൊന്നും ഇല്ല, അതുമാത്രല്ല ഒരുപാട് ദിവസത്തിന് ശേഷമുള്ള ഒരു വ്ളോഗാണ്. അതും ഒരു ചെറിയൊരു സങ്കടം നിറഞ്ഞ ഒരു വ്ളോഗ്. അത് നിങ്ങളെയും കൂടി അറിയിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഒരുപാട് നിർത്തിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണ് വ്ളോഗ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താ വ്ളോഗ് നിർത്തിയോ, എന്താണ് ബിസിനസ് മാന് വീണ്ടും അതിന്റെ ഒരു തിരക്ക. ഞാൻ അതിന്റെ ഒരു ഷോപ്പ് ഇതാ ഇവളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രോഡക്ട്സ് വേണമെങ്കിൽ നല്ല അടിപൊളി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഉദ്ദേശം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് കീപ് യു സേഫ്, കീപ് യുവർ ഹോം സേഫ്റ്റി. അതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഹൈജീൻ കെയർ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് പ്രോഡക്ട്സ് ആണ്. നമ്മള് ഓൾറെഡി ശരിക്കും പറഞ്ഞാല് ഞാൻ ബഹ്റൈനിൽ നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം 5-6 മാസം അത് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മള് അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ആ ഒരു ഐറ്റംസ് നല്ലൊരു എന്താ പറയണ്ടേ, നല്ല ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മള് എല്ലാവർക്കും അറിയാം. അത് മാത്രല്ല, നമ്മളിപ്പോ ഇന്ത്യ ലഡാക്ക് അങ്ങോട്ടെല്ലാം പോയ സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റമർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടിട്ട് കൊണ്ട് എന്താ പറയണ്ടേ, നമുക്ക് ആ ഐറ്റം ഇനിയും വേണം എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം യാത്ര നിർത്തിയിട്ട് നമുക്ക് കൊണ്ടെത്താതെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുബിൾ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റില് ഒരു കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് അത് വേണം നിർബന്ധിച്ച് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോ ആ ഒരു ഫീഡ്ബാക്ക് അതിന് കിട്ടിയത് കൊണ്ടും അതുപോലെ തന്നെ നമ്മള് ആൾക്കാരാണ് വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യാം. അപ്പൊ നമ്മള് വെച്ചാൽ പെട്ടെന്ന് ഗ്ലൗസ് ഒന്നും ഇടണമെന്നില്ല. പക്ഷെ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ആയിക്കോട്ടെ, ഒരുപാട് എന്തൊക്കെയാന്നുള്ളത് വിശദമായിട്ടുള്ള വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളെ ഷോപ്പ് ഓപ്പണിങ്ങും അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വിഷയത്തിലല്ല വന്നത്. നമ്മള് ഇപ്പൊ എന്തുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാത്തത് എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണ് ഇപ്പോ തന്നിട്ടുള്ളത്. അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വണ്ടിയിലാണ് നമ്മള് ലഡാക്കൊക്കെ യാത്ര ചെയ്തത്. അതുമാത്രമല്ല ഒരുപാട് യാത്ര ചെയ്ത 2017 മുതൽ 22 ആഗസ്റ്റ് വരെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഇതുവരെയായിട്ട് ഒരു ബുദ്ധിമുട്ടുകളും തരാതെ നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചൊരു സംഭവമാണ്. അപ്പോ അത് ഭയങ്കര അത് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയണ്ടേ, അതെ അതെ. എന്നുവെച്ചാൽ ഈ വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര സ്പേസസ് ആണ്. ഒരു ഫാമിലിക്ക് ബെറ്റർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഈ ബലേനോ കാറ്റഗറിയിലുള്ള എല്ലാ വണ്ടികളും. ബലേനോ മീൻസ് ഇപ്പോ ഇത് ടൊയോട്ടയിലും കിട്ടാനുണ്ട്. അപ്പോ അതാ ഞാൻ ഉദ്ദേശിച്ചത്, ബലേനോ കാറ്റഗറിയിലുള്ള ഈ വണ്ടികളിൽ നിന്ന്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോവാന്ന് ആ ഒരു സങ്കടം നമ്മളെ മനസ്സിലുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വേർച്ചുവൽ വീഡിയോ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോ ഒക്കെ നിങ്ങൾ ചോദിക്കും അതോടെ പോയി മറ്റേ വണ്ടി എന്നുള്ള എന്തായാലും ചോദ്യം വരും. അപ്പോ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഇപ്പൊ തന്നെ അങ്ങ് തരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആള് വൈകുന്നേരത്തേക്ക് എത്തും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വണ്ടി വെക്കുകയാണ്. അപ്പം നമ്മൾ പുതിയൊരു വണ്ടിയിലേക്ക് യെസ്. അപ്പൊ ആ ഒരു കാരണം കൂടിയുണ്ട്. അപ്പൊ നമ്മള് ഈ വണ്ടി നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മളെ ഒരു സുഹൃത്ത്, നിങ്ങളൊക്കെ എന്റെ വീഡിയോയിൽ കണ്ട ഒരു ആള് തന്നെയാണ് ഇത് വാങ്ങുന്നത്.
അപ്പം പെട്ടെന്ന് ചെയ്ത ഒരു ഡിസൈഡാണ്. ഇന്നലെ മെഞ്ഞാന്ന് ആണ് നമ്മൾ ഈ വണ്ടി വെക്കുക എന്നുള്ള ഒരു താല്പര്യത്തിൽ വന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ, നമ്മളിപ്പോ ട്രാവൽ ചെയ്യണം, അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സപ്ലൈ ഉണ്ട്, നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നതാണ്. ഈ നമ്മള് ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടാതെ നമ്മള് അതിന് മുന്നിട്ടും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മള് ഹോൾസെയിൽ തന്നെയായിരുന്നു. അപ്പോ അതിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ചുകൂടി സ്പേസസ് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ നമ്മളെ അടുത്തുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഈ വണ്ടി മാറ്റണം എന്നുള്ള ഒരു തിങ്കിങ്ങും ഈ ഒരു സംഭവമൊക്കെ വന്നത് അല്ലെ? അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ അത് ചെയ്തു കളിയാന്നുള്ള ഒരു തീരുമാനം ഒരു ദിവസം 1-2 ദിവസം കൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ്. അത് ഭംഗിയായി എന്താ പറയണ്ടേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കംപ്ലീറ്റ് ആവുക. അത് വേറെ വിഷയം. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ അടുത്ത എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കകം നമ്മളെ കയ്യിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സിമിലർ ആയിട്ടുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് എന്തെങ്കിലും രീതിയിൽ ഡിലേ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഡിലേ ആവുള്ളൂ. അതല്ലാതെ എത്രയും പെട്ടെന്ന് നമ്മളെ വണ്ടി നമ്മളിലേക്ക് എത്തുന്നതാണ്. അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് തമ്പനയിൽ കണ്ടപ്പോ എല്ലാവർക്കും ഒരു ബേജാറായിട്ടുണ്ടാവും, നമ്മളെ വണ്ടി സീസ് ചെയ്ത് എന്നുള്ള രീതിയിൽ. ആ ഒരു തമ്പനയിന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സങ്കടമുണ്ട്. ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി. ഇത് ഈ വണ്ടി തന്നെ ഞങ്ങൾക്ക് മതി. ഇത് ഒരു ഫാമിലിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടി തന്നെ. അത് എവിടെ പോയ നമ്മൾ ലഡാക്ക് വരെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത് മാത്രല്ല ഈ വണ്ടിക്ക് നമുക്ക് വന്ന ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറും 1800 രൂപയുടെ ഒരു സാധനം എന്ന് പറയണ്ടേ, ബാരിംഗ് ബോൾ എന്തോ ഒരു സാധനം മാറുക എന്നുള്ളതാണ്. നമ്മള് ലഡാക്ക് വരെ യാത്ര ചെയ്ത് തിരിച്ചെത്തിയതിന് ശേഷം നമുക്ക് വന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 1800 രൂപയുടെ ഒരു സാധനം മാറുക എന്നുള്ളതാണ്. അതുകൂടാതെ നമുക്ക് ഒരു ബാധ്യതയും ഈ വണ്ടി നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇത് നമ്മളെ സ്നേഹിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതുകൂടാതെ നമ്മള് മാത്രല്ല നമ്മളെ കാണുന്ന ഈ വണ്ടി പോകുമ്പോ നമ്മൾ സ്റ്റിക്കർ, ഇന്നലെയാണ് ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്തത്. ഈ സ്റ്റിക്കർ ഓൾ ഇന്ത്യ ഫാമിലി കാർ ലൈഫ് എന്നുള്ള ആ സ്റ്റിക്കർ കാണുമ്പം കിട്ടുന്ന ആ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അല്ലെ? അത് വേറെ തന്നെയായിരുന്നു. ഒരുപാട് സ്നേഹമുള്ള നമ്മളെ യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആ സ്റ്റിക്കറും നമ്മൾ വണ്ടി കണ്ടാൽ അന്നേരം വരും, വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് വെച്ച്. ഇതൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെങ്കിലും നമ്മള് അല്ലെ, ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയതും. അപ്പോ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഈ കൂടുതൽ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മളിപ്പോ വെച്ച് കഴിഞ്ഞാല് ആ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. പിന്നെ അത് മാത്രല്ല, മക്കൾക്ക് ഒരുപാട് മിസ്സിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ഇത്. രണ്ടാൾക്കും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇസ്നി ഒമ്ര എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ ഒരു വണ്ടിയിലാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് വേറെ തന്നെയാണ് ഈ വണ്ടിയോടുള്ള. അതുപോലെ അവിടുന്നൊക്കെ നമ്മള് ആ വണ്ടിയായിട്ട് ഭയങ്കര ഇതായിരുന്നു. നമ്മള് അവിടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ തന്നെ വണ്ടിയുണ്ട്. ആ വണ്ടിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാണ്. വണ്ടി എന്ന് പറഞ്ഞാല് എന്നെ പോലെ തന്നെ മക്കൾക്കും ഭയങ്കര ഹിംബു എന്നാണ് നമ്മളെ ഹിമാലയ. അത് വിറ്റത് ഭയങ്കര സങ്കടം. എനിക്ക് എന്നോട് ചോദിക്കൂ, അത് കൊടുത്തു, ഓക്കെ, അപ്പം വേറൊരു ഹിംബു എന്തായാലും വരൂലേ നമുക്ക്? ഞാൻ പറഞ്ഞു എന്തായാലും വരും, നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗിൾ ആയിട്ടല്ലല്ലോ അപ്പൊ യാത്ര ചെയ്യുന്നത്. അന്നേരം നമുക്ക് വീണ്ടും നമുക്കൊരു വണ്ടി എടുക്കാം, അല്ലെ? അങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു വെച്ചത് ആ പിള്ളേരാ. അപ്പം
ഇത്രയും പറഞ്ഞ് ഒരുപാട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഉദ്ദേശം. ഒരുപാട് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് കൊറേ ദിവസമായില്ലേ കണ്ടിട്ട് അല്ലേ? അതിന്റെ ഒരു ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ വിഷമവും സന്തോഷവും പുതിയ വണ്ടി നമ്മള് എടുക്കാൻ പോകുന്നുള്ള ഇതൊക്കെ ഉണ്ട് മനസ്സിൽ. അതൊക്കെ നിങ്ങളെ അറിയിക്കാതെ നമുക്ക് വേറെ ആരെ അറിയിക്കാനാ അല്ലെ? എന്ത് സന്തോഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സന്തോഷം അയക്കാനായാലും ദുഃഖം അയക്കാനായാലും അല്ലെ സങ്കടം അയക്കാനായാലും പറയാനുള്ള നമ്മൾ അംഗീകരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടെ നമുക്ക് പറയാൻ പറ്റുക. അപ്പം അതൊന്ന് അറിയിക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം 10-17 മിനിറ്റോളായി. ഒരൊറ്റ ടേക്കാണ് അല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന്. സങ്കടവും സന്തോഷവും എന്താ പറയണ്ടേ ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞൊരു ചെറിയൊരു നിമിഷമാണ് ഇന്ന്. അപ്പോ ദുഃഖം മാത്രം ശരിക്കും അതന്നെ മെയിനായിട്ട് ദുഃഖം തന്നെയാണ്. സന്തോഷം എന്ന് പറയുന്നത് പുതിയൊരു വണ്ടി നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ട്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് നമ്മളെടുത്ത് വണ്ടി വാങ്ങുന്ന എന്നുള്ളതും കൂടി കാണിക്കാം. എനിക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സ്നേഹം മാത്രം, ഇന്നൊച്ചപ്പാടില്ല. ആയിരിക്കാം നമ്മൾ ഈ വണ്ടി കൈമാറുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാല് മണാലിയില് നമ്മള് ഒരു ബസ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് എന്റെ കൂടെ കോഴിക്കോടുള്ള ഒരുപാട് 4 സുഹൃത്തുക്കൾ അല്ലെ, അവരെ കൂടെ അല്ലേ നമ്മള് പരിചയപ്പെട്ടത്. മല്ലു സിംഗിൽ വെച്ചിട്ടായിരുന്നു ഇവരെ പരിചയപ്പെട്ടത്. ഇർഷാദ് അല്ലെ, ഇത് ഇർഷാദ്, അതുപോലെ തന്നെ ബാവുക്ക, ഇവര് രണ്ടുപേരും അന്നും ഉണ്ടായിരുന്നു. ഇവർക്ക് തന്നെയാണ് നമ്മളൊന്നും നോക്കിയില്ല. ഞാൻ ഇങ്ങനെ ഒരു നമ്മള് വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വില അവര് പറഞ്ഞപ്പോ അവരോട് ഞാൻ പറഞ്ഞു എന്നാ വന്നിട്ട് നിങ്ങക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരിക്കലും അതെ ഉപകാരപ്പെടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതാണ് നമ്മളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. നമ്മളടുത്ത് ഈ വണ്ടി പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയണ്ടേ ഒരു പറ്റിയ ഒരാളെ അടുത്ത് എത്തിക്കാന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് നടന്നു വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഇത് ഇവരിലേക്ക് കൈമാറുകയാണ്. ഇവരെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി, നമുക്ക് സെയിലിനില്ലതാണ്. അതെ, അപ്പൊ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാം. അതുമാത്രമല്ല മലപ്പുറം, കോഴിക്കോട് ഇവര് എല്ലായിടത്തും എടുക്കുന്നില്ലേ? ഇവിടെ കാസർഗോഡ്, കേരള റൈസസ് എവിടെ ഉണ്ടെങ്കിലും ഇവരെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ വാങ്ങുവാനും നല്ല വണ്ടികൾ ചൂസ് ചെയ്ത് വാങ്ങുവാനും എളുപ്പത്തിൽ പറ്റുന്ന ഒരു നിങ്ങൾ അതിന്റെ പേരെന്തായിരുന്നു? ഡ്രൈവോൺ കാർസ് എന്നാണ് അതിന്റെ ഇവരെ യൂട്യൂബ് ലിങ്ക്, ഇവരെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ ഇവരെ കോണ്ടാക്ട് നമ്പറിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ വേണ്ട ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ ഒരുപാട് എല്ലാ മോഡൽ വണ്ടികളില്ല, എല്ലാ മോഡൽ വണ്ടികളുണ്ട് അല്ലെ? എല്ലാ മോഡൽ വണ്ടികളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ കുട്ടിപ്പട്ടാൾ ഇവിടെ ഉണ്ട്. രാവിലെ ഇൻട്രോ ചെയ്യുന്നതിന് കുട്ടിപ്പട്ടാൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. അടുത്ത നല്ലൊരു വീഡിയോ ആയി നിങ്ങളിലേക്ക് നമ്മളെ വണ്ടി പോവാത് ഗൈസ് അല്ലേ? ഇഷ്ട ഓക്കെ ഓക്കെ പോന്നാ അമ്ര ഇഷ്ട? ഓക്കെ, തീർച്ചയായും ഓക്കെ എന്നാല്